Hi all, Toby Sharat Thompson from Compass Academy Kochi. There is a saying that winners don't do different things. They do things differently. അതാണ് ആപ്തവാക്യം. ലോകത്ത് വിജയിച്ചിട്ടുള്ളവരെല്ലാം ബാക്കിയുള്ളവരെ പോലെ ചെയ്യുന്നവരല്ല, ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുന്നവരാണ്. സോ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കിവിടെ ഞാൻ സമർപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 10-ാം തീയതി മറ്റന്നാൾ SBI ക്ലർക്ക് മെയിൻസ് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത്രയും താമസിച്ചെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതിന് സമയമെടുത്തു. വ്യത്യസ്തമായി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് സമയമെടുക്കേണ്ടി വരും, കാരണം അതിൻ്റെ ഡേറ്റാസും കാര്യങ്ങളും ഒക്കെയുണ്ട്. സോ ഞാനിന്ന് ഇവിടെ കാണിക്കുന്ന വീഡിയോ അവതരിപ്പിക്കുന്ന വീഡിയോ SBI ക്ലർക്കിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ടിപ്സാണ്. പക്ഷേ വെറുതെ ടിപ്സ് പറയുമല്ല, വിത്ത് പ്രീവിയസ് ഇയേഴ്സ് ഡേറ്റയാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. SBI ക്ലർക്ക് മെയിൻസ് ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് വിത്ത് പ്രീവിയസ് ഇയർ അനാലിസിസ്. നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം എക്സാം എങ്ങനെയുണ്ടായിരുന്നു അത് പലർക്കും അറിയില്ല. നമ്മൾ കഴിഞ്ഞ വർഷം എക്സാം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഈ വർഷത്തെ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ അനാലിസിസ്, കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് ചോദിച്ചത് ഓരോ സബ്ജക്റ്റിനും, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും, കാരണം ഏതിനൊക്കെ വെയിറ്റേജ് കൊടുക്കണമെന്ന് നമ്മൾ അവസാനം പറയുന്നത് ഇതനുസരിച്ചായിരിക്കും. സോ നമുക്കതിലേക്ക് പോകാം. സോ നമുക്ക് നോക്കാം. SBI ക്ലർക്ക് എക്സാം പാറ്റേൺ ഫോർ മെയിൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നിരുന്നാലും ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കുണ്ട്. എൻ്റെ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. കാരണം അവർക്കറിയണം എങ്ങനെയാണ് മെയിൻസിൻ്റെ പാറ്റേൺ വരുന്നത്. അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. എന്നാൽ കോമ്പസിലെ കുട്ടികൾക്ക് ഞങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ബാക്കിയുള്ളവർക്ക് കൂടെ പ്രയോജനകരമാകട്ടെ എന്ന് കരുതിയാണ് വീഡിയോ ചെയ്യുന്നത്. സോ എക്സാം പാറ്റേൺ 4 സബ്ജക്റ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാം. റീസണിങ്, QA, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്. റീസണിങ് ആണ് ഏറ്റവും ഇതിലെ ടോപ്പ് ആൾ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ആണെങ്കിലും മാർക്ക് 60 ആണ്. 45 മിനിറ്റ്സ് ഉണ്ട്. അതിനകത്ത് QA 50 ആണ്, 50 മാർക്ക് തന്നെയാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ആൻഡ് മാർക്ക് ഈസ് ഓൾസോ 50 ആൻഡ് ടൈം ഈസ് ഓൾസോ സെയിം വിത്ത് റീസണിങ് 45 മിനിറ്റ്സ്. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക് ആൻഡ് 35 മിനിറ്റ്സ് ഇസ് ദ അലോക്കേഷൻ. GA ഓർ ഫിനാൻഷ്യൽ അവയർനെസ്. ഓർക്കുക, ജനറൽ അവയർനെസ്സിനകത്ത് പലതും ഉൾപ്പെടും. സ്റ്റാറ്റിക് വരാം, സ്റ്റാറ്റിക് ബാങ്കിങ് വരാം, ഫിനാൻഷ്യൽ അവയർനെസ് വരാം, അങ്ങനെ പലതും അതിനകത്ത്. സോ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് GA. സോ അത് 50 മാർക്കിന് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് ആൻഡ് 35 മിനിറ്റ്സ്. ടോട്ടൽ 2 hours 40 minutes. 2 hour 40 മിനിറ്റ് നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കണം. അതിൽ കൂടുതൽ നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കണം. 2 hour 40 മിനിറ്റാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ തന്നെ. സോ ഇതാണ് നമ്മുടെ നിങ്ങളുടെ മറ്റന്നാൾ എഴുതാൻ പോകുന്ന എക്സാം പാറ്റേൺ. ഇതാണ്. ഇനി നമുക്ക് ടോപ്പിക് വൈസ് വെയിറ്റേജ് നോക്കാം. 2024 ഫെബ്രുവരിയിലാണ് SBI പരീക്ഷ നടത്തിയത്. അതായത് 2024 തന്നെയാണ് SBIയുടെ ഫെബ്രുവരിയിൽ അതിൻ്റെ മെയിൻസ് എക്സാം നടന്നത്. അന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്, ടോപ്പിക് വൈസ് വെയിറ്റേജ് എന്താണ്, അതാദ്യം നിങ്ങൾ അറിയണം. എന്നാലേ നമുക്ക് ഈ പ്രാവശ്യത്തേക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെ ടോപ്പിക്കിനാണ് അവർ കൂടുതൽ ഇത് പ്രയോറിറ്റി കൊടുക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്താലേ നമുക്ക് പ്ലാനിങ് നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ടോപ്പിക്കിലേക്ക്. നമുക്ക് റീസണിങ്ങിലേക്ക് നോക്കുമ്പോൾ ഡാറ്റ സഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ ഡാറ്റ സഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്ന്. ഇത് നിങ്ങൾക്ക് ഡാറ്റ സഫിഷ്യൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നിങ്ങൾക്ക് QAയിലും കാണാം, RAയിലും കാണാം. റീസണിങ്ങിലും ഉണ്ട്, QAയിലും ഉണ്ട്. സോ 3 മാർക്കിന് എന്തായാലും ഇത് ചോദിക്കും. തന്നിട്ടിരിക്കുന്ന പ്രോബ്ലംസ് ഡാറ്റ സഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്നാണ് ഇത് അറിയുന്നത്. സോ 3 മാർക്കിന് റീസണിങ്ങിൽ അത് ചോദിച്ചു. കഴിഞ്ഞ വർഷം ഡയറക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ഡയറക്ഷൻ്റെ, അത് 5 മാർക്കിനുണ്ടായിരുന്നു. ആൽഫ ന്യൂമറിക് സീരീസിൻ്റെ മിസ്ലേനിയസ് ആയിട്ടുള്ളത്, വേർഡ് പെയർ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ, അത് 2 മാർക്കിനുണ്ടായിരുന്നു. സിലോയിസം കോഡഡ് ആയിരുന്നു. മെയിൻസിന് വരുമ്പോൾ എല്ലാം കോഡഡിലേക്ക് വരും. സോ സിലോയിസം 3 മാർക്കിനുണ്ടായിരുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. സാമാന്യം ഭേദപ്പെട്ടൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിരുന്നു, ഇച്ചിരി ട്രിക്കി ആയിരുന്നു. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് 5 മാർക്കിനുണ്ടായിരുന്നു. സോ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ റീസണിങ്. ക്രിട്ടിക്കൽ റീസണിങ് പല കുട്ടികൾക്കും ചെയ്യാനറിയില്ല. അതിൻ്റെ ആശയം എന്താണെന്ന് പോലും പല കുട്ടികൾക്കും അറിയില്ല. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഫറൻസ്, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ, സ്റ്റേറ്റ്മെൻറ്റ് കോസ് ഓഫ് ആക്ഷൻ, കോസ് ആൻഡ് ഇഫക്റ്റ്, അങ്ങനെ ഇഷ്ടംപോലെ ടോപ്പിക്കുകളുണ്ട്. ഏകദേശം 6 ടോപ്പിക്കുകളോളം അതിനകത്തുണ്ട്. എന്നാൽ പല കുട്ടികൾക്കും ഇത് ചെയ്യാൻ അറിയില്ല. ഇപ്പോഴത്തെ മെയിൻസ് ലെവൽ ക്ലർക്ക് മെയിൻസിനും PO മെയിൻസിനും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുക. ക്രിട്ടിക്കൽ റീസണിങ് 10 മാർക്കിന്, ഇത് 13 കാണിച്ചിരിക്കുന്നത്, 10 മാർക്കിനാണ് അതിൻ്റെ കൂടെ. സോ ക്രിട്ടിക്കൽ റീസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. പല കുട്ടികളും അത് നെഗറ്റീവ് അടിച്ചു പോകും, പോയി ചാടി കയറി ചെയ്യും, പക്ഷേ അത് ചെയ്യാൻ അറിയാതെ പോകുന്നു. നെഗറ്റീവ് മാർക്കാണ് അത് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ
3 മാർക്കിന് ഇന്നീക്വാളിറ്റി, അതാണ് വന്നത്. റിവേഴ്സ് ഇന്നീക്വാളിറ്റിയാണ് വന്നത്. ഇന്നീക്വാളിറ്റി സാധാ സിമ്പിളല്ല, റിവേഴ്സ് ഇന്നീക്വാളിറ്റിയാണ് വന്നത്. സോ 10 മാർക്കിന് ക്രിട്ടിക്കൽ റീസണിങ്ങും 3 മാർക്കിന് ഇന്നീക്വാളിറ്റിയാണ് വന്നത്. അതുപോലെ ബ്ലഡ് റിലേഷൻ കോഡറാണ് വന്നത്. ഞാൻ പറഞ്ഞു ഓൾറെഡി സിമ്പിൾ വരില്ല, മെയിൻസിന് എപ്പോഴും കോഡർ ആയിരിക്കും വരുന്നത്. സോ ബ്ലഡ് റിലേഷനും കോഡറാണ് വന്നത്. ദെൻ കോഡിംഗ് ഡീകോഡിംഗ് കൈവരിച്ചത് കണ്ടീഷണൽ കോഡിംഗ് ആയിരുന്നു. കോഡിംഗ് ഡീകോഡിങ്ങിലേക്ക് വന്നത്. അത് 5 മാർക്കിനുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വെറും 3 പസിലാണ് വന്നത്. അത് 5 മാർക്കിൻ്റെ 2 പസിൽ പ്ലസ് 1 മാർക്കിൻ്റെ 1 പസിൽ, അതാണ് വന്നത്. ഒരു ഫ്ലോർ പസിൽ വിത്ത് വേക്കൻറ്റ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ബ്ലഡ് റിലേഷൻ, അതാണ് ഇത് വന്നത്. മറ്റേത് വീക്ക് പസിലാണ് വന്നത്. 1 മാർക്കിനുള്ള കാര്യങ്ങൾ. ഇത്രയായിരുന്നു റീസണിങ്ങിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെയിറ്റേജ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ റീസണിങ്ങിൻ്റെ മാർക്ക് അലോക്കേഷൻ കണ്ടു. ഇതൊക്കെ റിയൽ എക്സാമിൻ്റെ ബേസ് ചെയ്താണ്. ഞാനതിൻ്റെ സ്ട്രാറ്റജീസ് ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും. കാരണം ഇതിന് ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് സ്ട്രാറ്റജീസ് പറയാൻ. അതിനകത്ത് നമുക്ക് അടുത്ത QAയിലേക്ക് കിടക്കാം. QA കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ടോപ്പിക്സ് എന്തൊക്കെ? ഡാറ്റാ സഫിഷ്യൻസി ഞാൻ പറഞ്ഞില്ലേ, ഡാറ്റാ സഫിഷ്യൻസി അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഇത് ഏകദേശം ഒരു കുമ്പിടിയാണ്. അവിടെയും കാണാം നിങ്ങൾക്ക്, ഇവിടെയും കാണാം. QAയിലും കാണാം, RAയിലും കാണാം. സോ ഡാറ്റാ സഫിഷ്യൻസി 3 മാർക്കിന് വരാം. ഡാറ്റാ സഫിഷ്യൻസി പഠിച്ചാലുള്ള ഗുണം 6 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3 മാർക്കിനുണ്ടായിരുന്നു. നമ്പർ സീരീസും റോങ് സീരീസും ഉണ്ടായിരുന്നു. റോങ് ഏകദേശം 5 മാർക്ക്, നമ്പർ സീരീസ് 3ഉം റോങ് 2 എന്നുള്ള ഇതിലാണ് വന്നത് അതിനകത്ത്. സോ നമ്പർ സീരീസ് ഓൾസോ 5 മാർക്സ്. ദെൻ ക്വാണ്ടിറ്റി ബേസ് നിങ്ങൾക്കറിയാം, ക്വാണ്ടിറ്റി 1 ക്വാണ്ടിറ്റി 2 എന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അതിലേക്ക്. സോ ക്വാണ്ടിറ്റി ബേസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് 4 മാർക്കിന് 4 ക്വസ്റ്റ്യൻസ് അത് ചോദിച്ചായിരുന്നു. ദെൻ അരിത്തമെറ്റിക് നിങ്ങൾക്കറിയാം, അരിത്തമെറ്റിക് ഇതെല്ലാം കൂടെ ആവറേജ്, ടൈം ആം വർക്ക്, പെർസെൻറ്റേജ് കാര്യങ്ങളെല്ലാം, അതെല്ലാം 1 മാർക്കിന് ഉള്ള 11 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഡാറ്റ വെച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുക, പല കാര്യങ്ങളുണ്ട്, ടേബിള്, പൈ ചാർട്ട് കാര്യങ്ങളെല്ലാം അതിനകത്ത്. കഴിഞ്ഞ പ്രാവശ്യം 3 ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ് ചോദിച്ചത് അതിനകത്ത്. കേസ്ലെറ്റും ഉണ്ടായിരുന്നു 5 മാർക്കിന്. സോ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പ്ലസ് കേസ്ലെറ്റ് കൂട്ടിയാൽ 20 മാർക്കിന് അത് തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത്. ദെൻ അപ്രോക്സിമേഷൻ 4 മാർക്സിന്, അപ്രോക്സിമേഷൻ 4 മാർക്കിന് ഉണ്ടായിരുന്നു. സോ ഇതാണ് QAയുടെ ടോപ്പിക് വൈസ് അലോക്കേഷൻ. അപ്പോൾ നമ്മൾ QAയുടെ കണ്ടു. ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് കിടക്കാം. ഇംഗ്ലീഷ് എങ്ങനെയായിരുന്നു വന്നതെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പ്രധാനം കോംപ്രിഹെൻഷൻ തന്നെയാണ്. കോംപ്രിഹെൻഷൻ ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് ടെസ്റ്റും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പ്യുവർലി ഞാനൊന്ന് പറയട്ടെ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റീഡിങ് കപ്പാസിറ്റിയാണ്. നിങ്ങൾ ഇതിനകത്തോട്ട് നോക്കുമ്പോൾ കാണാം, നിങ്ങളുടെ റീഡിങ് കൊണ്ട് നേടാവുന്നതാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എല്ലാം. നല്ല മാർക്ക് മേടിക്കാം റീഡിങ് ഹാബിറ്റ് ഉള്ളവർ. റീഡിങ് ഹാബിറ്റ് ഇല്ലാത്തവർ തുടങ്ങിക്കൊള്ളുക. സോ ഇംഗ്ലീഷ് നിങ്ങളുടെ വരുതിയിലാക്കാൻ നിങ്ങൾക്ക് 2 മാർഗ്ഗങ്ങളാണുള്ളത്. ബുക്ക് വായിക്കുക, എന്തും വായിക്കുക, ഇംഗ്ലീഷിൽ എന്തും വായിക്കുക. ദെൻ പ്രാക്ടീസ്. ഇത് രണ്ടും ചെയ്താൽ ഇംഗ്ലീഷ് പതുക്കെ വശത്താകും. സോ ഇംഗ്ലീഷ് ഇന്ന് ചെയ്തിട്ട് നാളെ വന്നിട്ട് ഓടി പറയരുത് സാറേ ആയില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വഴങ്ങും. സോ നമുക്ക് ഇംഗ്ലീഷിന് ഇത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, കോംപ്രിഹെൻഷൻ 14 മാർക്ക്, 2 കോംപ്രിഹെൻഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. 14 മാർക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 40ൽ 14 മാർക്ക് എന്ന് പറയുമ്പോൾ അവൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ക്ലോസ് ടെസ്റ്റ് 7 മാർക്കിനുണ്ടായിരുന്നു. അത് പുതിയ രീതിയിലുള്ള ക്ലോസ് ടെസ്റ്റുകളാണ് അതിനകത്ത്. ദെൻ ഫില്ലേഴ്സ്, ക്ലർക്കാവുമ്പോൾ പിയോടെ ലെവലിൽ അത്രയും ഒരു ഇതില്ല, എന്നാലും മോഡറേറ്റ് ലെവലായിരുന്നു ഇത് ചെയ്യുന്നത്. സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്, ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് റീഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനോണിം ആൻറ്റോണിം ചെയ്യാൻ പറ്റത്തുള്ളൂ 3 മാർക്കിന്. ദെൻ യൂസേജ് ഓഫ് വേർഡ്സ് ഉപയോഗിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കുകയും സെൻറ്റൻസിൽ വേർഡ്സിൻ്റെ യൂസേജ് കറക്റ്റാണോ ഇതൊക്കെയാണ് അതിൻ്റെത്. അതും 6 മാർക്കിനുണ്ടായിരുന്നു. ദെൻ യുവർ ഗ്രാമാറ്റിക് എറർ ഡിറ്റക്ഷൻ 4 മാർക്കിനുണ്ടായിരുന്നു. കുട്ടികളെല്ലാം പേടിക്കുന്ന ഈ എന്നാൽ നോക്കിയേ, എറർ ഡിറ്റക്ഷൻ വെറും 4 മാർക്കിനാണുള്ളത്. കുട്ടികൾ ശരിക്കും അറിയുന്ന പോലുമില്ല. അവരുടെ ഭീതി മൊത്തം സാറേ ഗ്രാമറല്ല, ഇതിനകത്ത് ഈ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഗ്രാമാറ്റിക് എറർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് 4 മാർക്കാണ്. 40ൽ 4 എന്ന് പറയുമ്പോൾ 10% അല്ലേ? അത്രയും പോലുമേ ഉള്ളൂ അതിൻ്റെ ഇത്. ബാക്കി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ കറക്റ്റായിട്ട് വരും. അതല്ലാതെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല അതിനകത്ത്. സോ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് 3 മാർക്ക്. നോക്കിയേ, ഇംഗ്ലീഷ് മൊത്തത്തിൽ 40 മാർക്കിന് കഴിഞ്ഞ വർഷം ചോദിച്ചത് ഇതൊക്കെയാണ്. ഈ വർഷം ഇതൊക്കെ തന്നെ. നിങ്ങൾ ഇതിനകത്തുനിന്ന് ആരെയും ഇല്ല എന്ന് വിചാരിക്കരുത്. ഇവരാരും ഒഴിയത്തില്ല. ഇവരെല്ലാം ഈ വർഷവും കാണും. നമ്മൾ എന്തിനാണ് പാറ്റേൺ പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതനുസരിച്ച് വേണം നോക്കാൻ. നിങ്ങളൊരു കോമ്പിനേഷൻ നോക്കിയാൽ അതിൻ്റെ ഗുണം ആക്യുറസിയാണ്, 100% ആക്യുറേറ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് റീഡ് ചെയ്യുന്ന പല കുട്ടികളും SBI ക്ലർക്ക് എങ്ങനെ മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ ഇംഗ്ലീഷിന് നല്ലപോലെ സ്കോർ ചെയ്യും.
അതാണ് അതിൻ്റെ ഒരു ഞാൻ സ്ട്രാറ്റജി പറയുമ്പോൾ അതിലേക്ക് വരാം. സോ ഇതാണ് ഇംഗ്ലീഷിൻ്റെ. നമുക്ക് ജി കെയിലേക്ക് നോക്കാം. സോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ജി എ പലരുടെയും ഒരു പേടി സ്വപ്നമാണ്. SBI ക്ലർക്ക് അവർ ശരിക്കും 1 വർഷം മുമ്പുള്ളവർ ചോദിക്കും. അപ്പോൾ നമുക്ക് എത്ര വരും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജി എക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം. എന്നിരുന്നാലും പഠിക്കണം. സോ എന്ത് പഠിക്കണം, എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന ടോപ്പിക്സിൻ്റെ പ്രാധാന്യം, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, ബാങ്കിങ്, ഫിനാൻസ്, നാഷണൽ, ഇൻ്റർനാഷണൽ, ഇവർ 3 പേരും കൂടുന്നതാണ് ഇതിനകത്തെ ടോപ്പിക്കുകൾ. അതായത് ഇതിൻ്റെ സിംഹഭാഗവും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ കൊണ്ടുപോകും, നാഷണൽ കൊണ്ടുപോകും, ഇൻ്റർനാഷണൽ കൊണ്ടുപോകും. ദെൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്റ്റാറ്റിക്, സ്കീംസ്, സ്പോർട്സ് കാര്യങ്ങളൊക്കെ. എന്നാൽ സിംഹഭാഗവും ഇവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജി കെ പഠിക്കുമ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുക. എന്ത് പഠിക്കണമെന്നാണ്, ഏത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ ഇനിയെങ്കിലും ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, നാഷണൽ, ഇൻ്റർനാഷണൽ, സ്കീംസൊക്കെ ചോദിക്കും. പക്ഷേ വളരെ വിരളമാണ്. അതിലേക്ക് എത്ര ചോദ്യങ്ങളുള്ളൂ അതിനകത്ത്. എന്നിരുന്നാലും അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സോ ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ടോട്ടൽ റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, ജി കെ. നമ്മളിത് 4 കണ്ടു. ഇനി വേണം നമ്മൾ സ്ട്രാറ്റജി ഇതിനകത്ത് ഇത് ചെയ്യാൻ. നമുക്ക് അതിന് മുമ്പ് നോക്കാം കഴിഞ്ഞ വർഷത്തെ വേക്കൻസി എന്തായിരുന്നു, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്തായിരുന്നു എന്നുള്ള കാര്യം. സോ നമ്മൾ ടോപ്പിക് വൈസ് നോക്കി. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയാം, ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി. പരീക്ഷയ്ക്ക് ചോദിച്ച ടോപ്പിക്സ്, അതിൻ്റെ പ്രയോറിറ്റി, അതിൻ്റെ വെയിറ്റേജ് എന്താണെന്നൊക്കെ നിങ്ങൾ കിട്ടും. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്താലോ. എത്ര വേക്കൻസി ഉണ്ടായിരുന്നു, അപ്പോൾ കട്ട് ഓഫ് എത്ര വന്നു എന്നുള്ളത്. കേരളത്തിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വേക്കൻസി ഉണ്ടായിരുന്നത് വെറും കുറവായിരുന്നു. 47 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം അത് കൂടി. അതിലേക്ക് കർണാടക 450 ഉണ്ടായിരുന്നു. ഗുജറാത്ത് അതേസമയം 820. കുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ, SBI ക്ലർക്ക്, IPS ക്ലർക്ക് നിങ്ങളൊരു വേറൊരു സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ സ്റ്റേറ്റിൽ പോയി പരീക്ഷ എഴുതേണ്ടി വരും. എന്നാൽ SBI ക്ലർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സൗകര്യം അവർ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും വെക്കാം. നിങ്ങൾ സ്റ്റേറ്റ് വെക്കുമ്പോൾ അവിടുത്തെ വേക്കൻസി നോക്കി വെക്കുമ്പോൾ ഈ കട്ട് ഓഫും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് എനിക്കറിയില്ല. എവിടെയാണേലും നിങ്ങൾ ഈ പ്രാവശ്യം ഇത് ശ്രദ്ധിക്കുക. 47 കട്ട് ഓഫ് ഉണ്ടായിരുന്നപ്പോൾ ജനറലിന് കട്ട് ഓഫ് 82.75 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. OBCക്ക് അത് 78.5, EWS 70, STക്ക് വേക്കൻസി ഇല്ലായിരുന്നു. സോ SCക്ക് 65 ആയിരുന്നു വേക്കൻസി. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, പ്രിലിംസിന് എത്ര കട്ട് ഓഫ് കുറച്ചാലും SBI മെയിൻസിന് അവരുടെ കട്ട് ഓഫ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഒരു പരിധിക്ക് അവർ താഴേക്ക് പോവില്ല. ഇനി അവിടെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്ത ഒരാളെ അവർ എടുക്കില്ല. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഗുജറാത്താണ് അപ്ലൈ ചെയ്തത് അതുകൊണ്ട് എനിക്ക് കുറഞ്ഞ് കിട്ടും, അങ്ങനെ ഇല്ല. ഇത്ര മാർക്കിന് മേളിലുള്ളവരെ മതി അവർക്ക്. ബാക്കി വേക്കൻസി അവർ ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ അടുത്ത പ്രാവശ്യം തന്നെ ബാക്ക്ലോഗായിട്ട് വിളിച്ചോളും. അതെപ്പോഴും ഓർക്കുക. കർണാടക 450 ഉള്ളപ്പോൾ കേരളത്തിനെക്കാട്ടി കുറവായിരുന്നു, സ്വാഭാവികം. 75, 70, 70, 61, 60. EWSൻ്റെ ഏകദേശമൊക്കെ എല്ലായിടത്തും ഇതിലേക്കായിരുന്നു. ഗുജറാത്ത് 820 ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കട്ട് ഓഫ് കേരളമായിട്ട് നോക്കുക 76 ആയിരുന്നു. കേരളം 82.75 ആണ്. തമ്മിൽ ഭേദം കർണാടകയായിരുന്നു അതിനകത്ത്. സോ 70.75, 71.5 ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിൻ്റെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കട്ട് ഓഫ് കേരളത്തിന് വേക്കൻസി കുറവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടുമെന്ന് ഓർക്കുക. ഇനി ഈ പ്രാവശ്യം ഇതിലേക്ക് എടുത്തു നോക്കിയാൽ കേരളത്തിൻ്റെ വേക്കൻസി 426 എന്നുള്ളത്, ഏകദേശം 426 തന്നെ. അതിനകത്ത് കർണാടക എനിക്കൊന്ന് 100 താഴെയായിരുന്നു, ബിലോ 100 ആണ്. അപ്പോൾ ഇപ്രാവശ്യം കർണാടകയിലോട്ട് അധികം ഒഴുക്ക് വരില്ല. ഗുജറാത്ത് എനിക്കൊന്ന് 1026 എന്നാണ്. സോ എന്തായാലും എബോവ് 1000 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഈ വർഷത്തെ വേക്കൻസി ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലുതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 47 ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അതിൻ്റെ 10 ഇരട്ടിയാണ്. എന്നാൽ പോലും കേരളത്തിലെ കോമ്പറ്റീഷൻ ഭയങ്കരമായിരിക്കും. കേരളത്തിൻ്റെ ട്രെയിനിങ് അത്രമാത്രം ഹൈ ആയതുകൊണ്ട് കുട്ടികൾ അത്രമാത്രം അഡാപ്റ്റബിൾ ആയിരിക്കും. കുട്ടികൾ അതുമായിട്ട് നല്ല ഇതുള്ളവരായിരിക്കും. അപ്പോൾ കട്ട് ഓഫ് എന്തായാലും കുറയും. സോ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് കേരളത്തിൻ്റേത് 64 ഉണ്ടായിരുന്നു അതിനകത്ത്. എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കട്ട് ഓഫ് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. മെയിൻസിന് എപ്പോഴും ഈ കട്ട് ഓഫിന് അടുത്ത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഈ പ്രാവശ്യം കേരള 75 to 80 മിനിമം കാണും എന്നുള്ളത്. അത് ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പരീക്ഷയുടെ കഴിഞ്ഞിട്ടേ നമുക്ക് ശരിക്കും പറയാൻ പറ്റത്തുള്ളൂ. കാരണം പരീക്ഷയുടെ ഡിഫിക്കൽറ്റി ലെവലും കൂടെ നമുക്ക് നോക്കണം.
എന്നാലും അവരൊരു സ്റ്റാൻഡേർഡിന് അപ്പുറത്തേക്ക് താഴില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇവിടെ ഓരോരുത്തരുടെയും കുറയും. എന്നാലും കേരളത്തിലെ നോക്കിയേ, കേരളം അത്രയും താന്നിട്ടും ഗുജറാത്ത് അത്രയും കൂടുതലുണ്ടായിട്ടും കട്ട് ഓഫ് തമ്മിൽ 6 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ വ്യത്യാസം പലരും അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. കേരളം 64 ആയിരുന്നപ്പോൾ പ്രിലിംസിന് ദിസ് ഇയർ, ഗുജറാത്ത് 47 ഉള്ളായിരുന്നു. നോക്കി എന്ത് വ്യത്യാസമാണ്, 47, 57, 64, 17 മാർക്കിൻ്റെ വ്യത്യാസം പ്രിലിംസിനുണ്ട്. പക്ഷേ മെയിൻസിന് നിങ്ങൾ ഇത് പ്രതീക്ഷിക്കരുത്. കഴിഞ്ഞ വർഷവും പ്രിലിംസിന് ഇതുപോലെ ഒത്തിരി കുറവായിരുന്നു. ഇത് കണ്ട് പല കുട്ടികളും ഓർക്കും ഗുജറാത്ത് കിട്ടുമെന്ന് എന്ന് പറഞ്ഞ് പോയി ഇത് ചെയ്യരുത്. അവർക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡുണ്ട്, അതിൻ്റെ മുകളിലേക്ക് അവരിതില്ല. 17 മാർക്കിൻ്റെ വ്യത്യാസം അവിടെ വന്ന് ഇവിടെ ശരിക്കും അവർ 6 മാർക്കിൻ്റെ വ്യത്യാസം എടുത്തുള്ളൂ. അതായത് കേരളം 80 വന്നാൽ ഗുജറാത്ത് ഒരു 74 വരുമെന്നർത്ഥം. അല്ലാതെ നിങ്ങൾ 1000 കൂടുതൽ വേക്കൻസി ഉണ്ടെന്ന് കണ്ട് SBIക്ക് നിങ്ങൾ ഒരിക്കലും പോയി ഇത് ചെയ്യരുത്. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഇതനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ എക്സ്പെക്റ്റേഷൻ ഓഫ് കട്ട് ഓഫ് ഇതായിരിക്കും. ഞാൻ പറഞ്ഞു എക്സാം വന്നിട്ടില്ല സാറല്ല ഇപ്പോൾ തന്നെ അങ്ങ് പറയുക, അങ്ങനെയല്ല. ഡിഫിക്കൽട്ടി ലെവലും കൂടെ വന്നാൽ നമുക്ക് നോക്കാൻ പറ്റും എങ്ങനെയായിരിക്കും കട്ട് ഓഫ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തതാണ് ഈ വർഷത്തെ എന്തായിരിക്കും എന്നുള്ളത്. നമ്മളൊരു ഊഹം മാത്രമാണ് പറഞ്ഞത്. വരാം ഇനി മുന്നോട്ട്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനിയും സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷ ചെയ്യേണ്ടത്? പരീക്ഷ നിങ്ങളെ ജയിപ്പിക്കുന്നത് ശക്തിയല്ല, ബുദ്ധിയാണെന്ന് ഓർക്കും. ഒരു യുദ്ധം ജയിപ്പിക്കുന്നത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് ജയിച്ച യുദ്ധങ്ങൾ അനേകമുണ്ട്. അനേക രാജാക്കന്മാർ ശക്തി കൊണ്ടല്ല, അവരുടെ കാലാൾപ്പഴയെ കൊണ്ടല്ല ജയിക്കുന്നത്, ബുദ്ധി കൊണ്ടാണ് ജയിക്കുന്നത്. അതുപോലെയാണ് ഒരു സ്റ്റുഡൻറ്റ് പോയി പരീക്ഷ എഴുതുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ വിജയിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ പഠിച്ച കാര്യങ്ങളല്ല, ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്നതിനെക്കാട്ടി നീ കുറച്ചായിരിക്കും പഠിച്ചത്, പക്ഷേ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്. സോ നമ്മുടെ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഒരു എക്സാം നിങ്ങളെ വിജയിപ്പിക്കുന്നത് ഇതാണ്. എങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പലരുടെ ഒരു വിചാരം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ചെയ്യണമെന്നാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ചെയ്താൽ നിങ്ങൾക്ക് നാശമായിരിക്കും ഫലം. അതെപ്പോഴും ഓർക്കുക. നമ്മുടെ ട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ റീസണിങ്ങിൽ നല്ല മാർക്ക് കയറ്റുക, അതാണ് നമ്മുടെ ഇത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അരുതാത്തരത്ത് പോയി പിടിച്ചാൽ നിങ്ങൾ മൊത്തത്തിൽ പതറിപ്പോവും. അതാണ് ഇത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ സെലക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്. ഏത് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും. പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഈസ് എ ഡേർട്ടി ബിസിനസ് ഫോർ സ്റ്റാർട്ടിങ് ആൻ എക്സാം. സോ എന്നെ അറിയാവുന്നവരോടെല്ലാം ഞാൻ പറയും. പക്ഷേ പല കുട്ടികളും അനുസരിക്കാറുണ്ട്, ചില കുട്ടികൾ അനുസരിക്കാറില്ല. അനുസരിക്കാത്ത കുട്ടികൾ അത് അനുഭവിക്കാറുമുണ്ട്. ചിലത് അങ്ങനെയാണ്, പറഞ്ഞാൽ അറിയില്ല, ചൊറിഞ്ഞാലേ അറിയൂ. സോ പറഞ്ഞാലും ചൊറിഞ്ഞാലും അറിയാത്തവരുണ്ട്, അവർക്ക് മുന്നോട്ട് പിന്നെ കൂടുതൽ പറയാനില്ല. എങ്കിലും നിങ്ങൾ ഇതോർക്കുക, ആദ്യം പോയി ഒരിക്കലും നിങ്ങൾ പസിലെ തുടങ്ങരുത്. അത് ഫസ്റ്റ് കിടക്കുന്ന ഇതായിരിക്കും, ചിലപ്പോൾ ആദ്യം തന്നെ പസിലായിരിക്കും. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മിസ്ലേനിയസ് ആയിരിക്കണം. പസിൽ അല്ലാത്ത കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. മിസ്ലേനിയസിൽ നിന്ന് എന്തൊക്കെ വരും? ബാക്കിയെല്ലാം സിലോജിസം വരാം, ഇന്നീക്വാളിറ്റി വരാം, ആൽഫ ന്യൂമറിക്ക് വരാം, കോഡിങ് വരാം, ഡയറക്ഷൻ വരാം, ഇതെല്ലാം ചെയ്യുക. സോ ഇതിലേത് ഞാൻ ഇതിൻ്റെ ഇത് വെച്ചിട്ടൊന്ന് പറയാം, ഏത് നിങ്ങളൊരു ആദ്യം ചെയ്യണോ. ഒരു മെയിൻ സ്ട്രീം ലെവലിലേക്ക് വരുമ്പോൾ പ്രിലിംസിനെക്കാട്ടി ലെവൽ കൂടും. അപ്പോൾ സാധാരണ നിങ്ങൾ കാണുന്ന സിലോജിസം ആയിരിക്കത്തില്ല ഒരു മെയിൻസിന് വരുന്നത്, സാധാരണ നിങ്ങൾ കാണുന്ന ബ്ലഡ് റിലേഷൻ ആയിരിക്കത്തില്ല മെയിൻസിന് വരുന്നത്. ഇതെല്ലാം കോഡഡ് ഇതിലേക്ക് മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മിക്കവാറും എല്ലാം കോഡഡ് ഇതായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു കാര്യം എഴുതാൻ വിട്ടുപോയി, ഇന്നീക്വാളിറ്റീസ് വരാം. സോ നിങ്ങൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഇയാൾക്കാണ്. ഇന്നീക്വാളിറ്റി ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. അത് റിവേഴ്സ് ആണെങ്കിലും ചെയ്യാം, ഏതാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ആദ്യം നിങ്ങൾ ഇന്നീക്വാളിറ്റി ചെയ്യുക. 3 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടും. അത് കഴിഞ്ഞ് സിലോയിസം ചെയ്യുക. കോഡഡ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സിലോയിസം അറിയാവുന്നവർക്ക് അത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ 6 മാർക്ക് നിങ്ങൾക്ക് കയറി കഴിഞ്ഞു അതിനകത്ത്. പിന്നെ നിങ്ങൾക്ക് ആൽഫ ന്യൂമറിക് സീരീസിൻ്റെ മിസ്ലേനിയസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. 3 മാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്കത് കിട്ടും അതിനകത്ത്. ദെൻ നിങ്ങൾക്ക് ബ്ലഡ് റിലേഷൻ ചെയ്യാം, അതും കോഡഡ് ആയിരിക്കാം. ബ്ലഡ് റിലേഷൻ ചെയ്യാം. കോഡിങ് ഡീകോഡിങ് കണ്ടീഷണൽ കോഡിംഗ് ഉണ്ട്, ചൈനീസ് കോഡിംഗ് ഉണ്ട്, ഏതാണോ നിങ്ങൾക്ക് വരുന്ന ഹയർ ലെവൽ കോഡിംഗ് ഉണ്ട്, അത് നോക്കുക. സോ അടുത്തത് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് കോഡിംഗ് ഡീകോഡിംഗ് ആണ്. ഇനി ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ ഉണ്ട്. അടുത്തത് നിങ്ങൾ ഡയറക്ഷൻ നോക്കുക. അതും ചിലപ്പോൾ കോഡിംഗ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇച്ചിരി ഹൈ ലെവൽ ഡയറക്ഷൻ ആയിരിക്കാം. പക്ഷേ ചെയ്യാൻ പറ്റുന്നതാണ്. 5 മാർക്ക് നമുക്ക് കയ്യിലിരിക്കും.
ഇനി ഇതിലേക്ക് നോക്കുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഞാൻ ഏഴാമത് പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് പിടികിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നേരെ പസിലിലേക്ക് പോവുക. ദയവായി അതും വെച്ചുകൊണ്ടിരിക്കരുത്. മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ആ ലോജിക്ക് കിട്ടിയില്ലേ പോയി. അപ്പോൾ വെറുതെ അതിനെ സമയം കളയാതെ പസിലിലേക്ക് പോവുക. 3 പസിലാണെങ്കിൽ ചിലപ്പോൾ 1 2 നല്ലതായിരിക്കും. നിങ്ങളത് വായിച്ച് നോക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പസിൽ ചെയ്യുക അതിനകത്ത്. സോ 8ാമതായിട്ട് പസിൽ ചെയ്യുക. ദെൻ വന്നിരിക്കുന്നു ക്രിട്ടിക്കൽ റീസണിങ്. പസിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി. ഇതെല്ലാം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വരും. അപ്പോൾ റീസണിങ് നിങ്ങൾക്ക് നല്ലപോലെ മാർഗ്ഗമായിട്ട് പോകാൻ പറ്റും. അതെപ്പോഴും ഓർക്കുക അതിനകത്ത്. സോ ക്രിട്ടിക്കൽ റീസണിങ് ഞാൻ ഈ പറഞ്ഞ പോലെ തെറ്റാൻ സാധ്യതകൾ കൂടുതലാണ് നല്ലപോലെ പഠിക്കാത്തവർക്ക്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ റീസണിങ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞത് അറിയത്തില്ലെങ്കിൽ ചെയ്യരുത്. അറിയാവുന്നവരാണെങ്കിൽ നല്ലപോലെ വിശകലനം ചെയ്യുക. ഇതെന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അറിയാവുന്നത് മാത്രം ചെയ്യും. ദെൻ ഡാറ്റാ സഫിഷ്യൻസി. എന്തുകൊണ്ട് ഡാറ്റാ സഫിഷ്യൻസി അവസാനത്തേക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ പല കുട്ടികൾക്ക് അത് തെറ്റിപ്പോവും. ചെയ്യുന്നതിലല്ല കാര്യം, ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതുന്നതിലാണ് കാര്യം. ആദ്യം ചെയ്യുന്നതുകൊണ്ടൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത്രയും സമയം വെറുതെ പോകും. അപ്പോൾ ഏറ്റവും അവസാനം അതിനകത്ത് നിങ്ങൾക്ക് പസിൽ കിട്ടുന്നില്ലെങ്കിൽ ഡാറ്റാ സഫിഷ്യൻസി ചെയ്യുക. പസിൽ എല്ലാം കൂടെ ചെയ്യണമെന്നല്ല പറഞ്ഞത്. മെയിൻസ് ലെവലാകുമ്പോൾ എല്ലാം ഇച്ചിരി മോഡറേറ്റ് ലെവലോ ഹൈ ലെവലോ ആയിരിക്കും. ക്ലർക്ക് മെയിൻസിൻ്റെ ലെവലല്ലേ, അതെപ്പോഴും ഓർക്കുക. കഴിഞ്ഞ വർഷം 2 പസിലും പ്ലസ് 1 മാർക്കിൻ്റെ പസിലും വന്നതെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ചിലപ്പോൾ കൂടാം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും കുറയുകയും ചെയ്യാം. പസിൽ 3 ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ഏതാണേലും നിങ്ങളുടെ സ്ട്രാറ്റജി ഇതായിരിക്കണം. ആദ്യം മിസ്ലേനിയസ്, ദെൻ പസിൽ, ദെൻ ക്രിട്ടിക്കൽ റീസണിങ്, പ്ലസ് ഡാറ്റാ സഫിഷ്യൻസി. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് റീസണിങ്ങിൽ ചൂടെ ശോഭിക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ഓർക്കുക, കഴിഞ്ഞ വർഷത്തെ റീസണിങ് മോഡറേറ്റ് ലെവലായിരുന്നു. സോ ഒരു മോഡറേറ്റ് ലെവൽ വന്നാൽ, റീസണിങ് വന്നാൽ നിങ്ങളുടെ SBI ക്ലർക്ക് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ റീസണിങ്ങിന് മാർക്ക് കയറ്റിയേ പറ്റൂ. ഞാനത് അവസാനം പറയാം. സോ ഇതാണ് റീസണിങ്ങിലേക്കുള്ള നിങ്ങളുടെ സ്ട്രാറ്റജി. നമുക്ക് അടുത്ത QAയിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റീസണിങ്ങിൻ്റെ സ്ട്രാറ്റജി കണ്ടു. ഇനി നമുക്ക് QAയുടെ സ്ട്രാറ്റജിയിലേക്ക് നോക്കാം. ടോപ്പിക്സ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഇതിലേക്ക്. ഇവിടെയും ഞാൻ പറയും നിങ്ങളോട്, എപ്പോഴും DA എന്നുള്ള ഇതിലേക്ക് ആദ്യം പോയി ചാടരുത്. നമുക്ക് അതിന് മുമ്പേ മിസ്ലേനിയസ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിനകത്ത് ഞാനാണെങ്കിൽ പറയും അപ്രോക്സിമേഷൻ ആദ്യം ചെയ്യുക. കാരണം പെട്ടെന്ന് കുറേ മാർക്ക് നമുക്ക് അതിനകത്തുനിന്ന് അപ്രോക്സിമേഷനാണ്. അത്ര വലിയ ടഫിലേക്ക് വരത്തില്ല, പിയോടെ ലെവലിലേക്കൊന്നും വരില്ല. സോ നമുക്ക് അപ്രോക്സിമേഷൻ 3 മാർക്ക് മേടിക്കാൻ, 3 4 മാർക്ക് മേടിക്കാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കേണ്ടത് ക്വാഡ്രാറ്റിക് ഉണ്ടോ എന്നാണ്. ക്വാഡ്രാറ്റിക്കിലും നിങ്ങൾക്കറിയാം പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്ത് കയറാൻ പറ്റുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതിനകത്ത്. ദെൻ നമ്പർ സീരീസ് ഓർ റോങ് സീരീസ്. ഓർക്കുക, നമ്പർ സീരീസിൻ്റെ കൂടെ റോങ് സീരീസും വരും. അത് നോക്കി വേണം ചെയ്യാൻ അതിനകത്ത്. സോ നമ്പർ സീരീസ് ചെയ്യുന്ന അത്രയും പെട്ടെന്ന് നമുക്ക് റോങ് സീരീസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനെങ്കിലും മൂന്നാമത് നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇനി നോക്കുക, അരിത്തമെറ്റിക് ഉണ്ട്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒരു ക്വസ്റ്റിന് 5 മാർക്കുകളുണ്ട്. എന്നാൽ അരിത്തമെറ്റിക്ക് 11 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 11 ഓരോന്നിനും ഓരോ മാർക്കാണ്. അപ്പോൾ ഒരെണ്ണം ചെയ്യുന്നതിന് ചിലപ്പോൾ അത്രയും സമയം എടുക്കും. എന്നാൽ DA ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അത് ഓരോരുത്തരുടെ സ്ട്രോങ് ബേസ് പോലെ ഇരിക്കും. അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ചിലർക്ക് അരിത്തമെറ്റിക് ആയിരിക്കും വശം, ചിലർക്ക് DA ആയിരിക്കും വശം. എങ്കിലും ഞാൻ പറയുന്നു DA ചെയ്യാൻ. എന്നാൽ അരിത്തമെറ്റിക് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ. പലപ്പോഴും കുട്ടികൾ കാണിക്കുന്ന അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ അവരതും പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ റീസണിങ് ആണെങ്കിലും ഒരു പസിൽ ആദ്യത്തെ തന്നെ കിട്ടുന്ന ഒരു പസിലാണെങ്കിൽ അവരാ പസിലും കൊണ്ട് അത്രയും നേരം ഇരിക്കും. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അവരുടെ ഈഗോ അത്രയും വലുതായിരിക്കും. അവർ അത് കിട്ടിയിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് ചില തവള പാണ്ടിലോറിയുടെ മുമ്പിൽ ശാഠ്യം പിടിക്കുന്ന പോലെ ഇരിക്കും. അവസാനം ആ പാണ്ടിലോറി ആ തവളയും കൊണ്ട് പോകും എന്നുള്ള അവസ്ഥയാണ്. നിങ്ങളുടെ ഈഗോ വിട്. ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും വേണ്ടത് തന്ത്രമാണ്. അവിടെ നിങ്ങളുടെ ഈഗോ അല്ല. നിങ്ങൾക്കൊരു ഒരെണ്ണം കിട്ടുന്നില്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുക, അടുത്തയിലേക്ക് മാറുക, ക്വസ്റ്റ്യൻ സെലക്ഷൻ, അതാണ് വേണ്ടത്. സോ DA ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അരിത്തമെറ്റിക്ക് ചെയ്യേണ്ടവർ. ഞാൻ DA കഴിഞ്ഞ് അരിത്തമെറ്റിക് എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്യാം അതിനകത്ത്. സോ അത് കഴിഞ്ഞ് കേസ്ലെറ്റ് നിങ്ങൾക്കറിയാം. അത് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയുടെ കാര്യങ്ങളും വാല്യൂസും ഒക്കെ നമുക്ക് കിട്ടണം. മറ്റേ അത് എന്നെക്കാട്ടി എളുപ്പം DA ആയി ചെയ്യുന്നത് അതിനകത്ത്. ക്വാണ്ടിറ്റി ബേസ്ഡ് അതുപോലെ ക്വാണ്ടിറ്റി 1 2 ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ താഴെയുള്ള വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റത്തുള്ളൂ. സോ ക്വാണ്ടിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞിട്ട്. ഇതാണ് എൻ്റെ ഒരു ഇത് അതിനകത്ത്. നിങ്ങൾക്ക് DA അരിത്തമെറ്റിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവൂ. കാരണം ഇതിൽ കുറച്ച് സമയം പോകുന്നതാണ് അതിനകത്ത്. ദെൻ ഡാറ്റാ സഫിഷ്യൻസി ഞാൻ പറയില്ലയോ, മാത്സിലും ഉണ്ട് QAയിലും ഉണ്ട്. ഇവിടെയും കുറേ സമയം പോകും. കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ ഇതിനകത്തൊന്ന് ചെയ്തെടുക്കുന്ന വെച്ചാൽ പാടാം.
അപ്പോൾ ഇതെല്ലാം മെയിൻസ് ലെവലാണെന്ന് ഓർക്കുക. പ്രിലിംസ് ലെവലാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും പോരുത്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ, അവരുടെ ധാരണയൊക്കെ അടുത്ത ദിവസം മാറും. അപ്പോൾ ഡാറ്റ സഫിഷ്യൻസി നിങ്ങൾ പെട്ടെന്ന് മാർക്ക് കിട്ടുമല്ലോ കൊണ്ട് ഇരിക്കരുത്. ചിലപ്പോൾ അത് നിങ്ങളെ കൊണ്ട് അങ്ങ് പോകും. സോ ഡാറ്റ സഫിഷ്യൻസി വേണം ചെയ്യാൻ. സോ നമ്മുടെ മാർക്ക് മാത്സ് മിക്കവാറും ഒരു ഡിഫിക്കൽട്ട് ലെവലിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഈ കാണുന്ന പോലൊന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ സെലക്ഷൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. എത്ര അറിയാവുന്നുള്ളതല്ല, അറിയാവുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നു എന്നാണ് കാര്യം. സോ നമുക്ക് അടുത്ത ഇംഗ്ലീഷിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മാത്സ് കണ്ടു, റീസണിങ് കണ്ടു. ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് നോക്കാം. അതിനകത്ത് സോ ഇംഗ്ലീഷ് ഇതാണ് അറേഞ്ച്മെൻ്റ് എന്നെങ്കിലും ഞാൻ കൊടുക്കുന്ന പ്രിഫറൻസ് എപ്പോഴും ക്ലോസ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ക്ലോസ് ടെസ്റ്റ് ആദ്യം ചെയ്യുക. അതിനകത്ത് എല്ലാം റീഡിങ്ങിൻ്റെ ഇതാണ്. വെറുതെ പോയി കുത്തി വെക്കരുത് ഇംഗ്ലീഷ്. നിങ്ങൾക്കൊരു പരീക്ഷ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇത് ചെയ്യാൻ നിൽക്കരുത്. കാരണം അതെല്ലാം തെറ്റേ വരത്തുള്ളൂ. സോ ക്ലോസ് ടെസ്റ്റ് നമുക്ക് പെട്ടെന്ന് മാർക്ക് മേടിക്കാവുന്ന ഇതാണ്. സോ ക്ലോസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫില്ലർ അതുപോലെ ചെയ്യാൻ പറ്റും. സിനോണിം ആൻറ്റോണിം മോസ്റ്റ്ലി നിങ്ങളുടെ റീഡിങ്ങിൻ്റെ ഇതിലാണ് വരുന്നത്. സോ സിനോണിം ആൻറ്റോണിം, യൂസേജ് ഓഫ് വേർഡ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സെൻറ്റൻസ് റീഅറേഞ്ച്മെൻ്റ് ഉണ്ട്. സോ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് സിനോണിം ആൻറ്റോണിം അറിയത്തില്ലെങ്കിൽ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റിലേക്ക്. കാരണം സിനോണിം ആൻറ്റോണിം ഒക്കെ നമ്മുടെ വേർഡ്സിൻ്റെ യൂസേജ് ഓഫ് വേർഡ്സ് ഇതെല്ലാം നമുക്ക് വൊക്കാബുലറിയെ ബേസ് ചെയ്താൽ, അല്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് പോയി അത് ചെയ്യാൻ പറ്റില്ല. ഈ വേർഡ് എങ്ങനെ ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് അറിയത്തില്ല, അർത്ഥം അറിയാത്ത ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. സോ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്. ദെൻ ഞാൻ പോകുന്നത് കോംപ്രിഹെൻഷനിലേക്കായിരിക്കും. കാരണം ഇതൊക്കെയും ഞാൻ 35 മിനിറ്റ്സിൽ ഞാനൊരു 15 to 20 മിനിറ്റ്സിൽ തീർക്കാൻ, ഇല്ലെങ്കിൽ വേണ്ട 10 to 15 മിനിറ്റ്സിൽ തീർക്കാൻ നോക്കും. കാരണം എന്താ പറയുക, 2 കോംപ്രിഹെൻഷൻ ഉണ്ട്. 2 കോംപ്രിഹെൻഷൻ നമുക്ക് ബാക്കിയുള്ള സമയം കൊണ്ട് തീർക്കാൻ പറ്റും. കോംപ്രിഹെൻഷൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആക്യുറസി, 100% ആക്യുറസി ആയിരിക്കും. ചിലർ പറയാം സാറേ ഞാൻ ആദ്യം കോംപ്രിഹെൻഷൻ ചെയ്തോളൂ. പക്ഷേ ബാക്കി അറിയാവുന്ന കുട്ടികൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. കാരണം കോംപ്രിഹെൻഷൻ വായിച്ച് സമയം പോയിക്കൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല. എന്നാൽ റീഡിംഗ് ഉള്ള ആൾക്ക് അതൊക്കെ എങ്ങനെ വേണേൽ ചെയ്യാം. സോ ഇതായിരിക്കും എൻ്റേത് അതിനകത്ത്. ദെൻ എറർ ഡിറ്റക്ഷൻ എൻ്റെ പൊന്നെ അറിയത്തില്ലെങ്കിൽ ചെയ്യാൻ പോകരുത്, വേണ്ട. ആ മാർക്ക് അവിടെ കിടന്നോട്ടെ. നിങ്ങൾ പോയി, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. പല കുട്ടികളുടെയും പ്രശ്നം എന്താ അറിയോ, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവർ പോയി ഇംഗ്ലീഷ് എല്ലാം കുത്തിവെക്കും. അവസാനം അവരുടെ കട്ട് ഓഫിനേക്കാൾ വളരെ ബഹുദൂരം പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അബദ്ധം ഒരിക്കലും കാണരുത്. സോ ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ക്ലോസ് ടെസ്റ്റ് ആദ്യം വരാം, ഇല്ലെങ്കിൽ സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ് ആദ്യം വരാം, എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇതൊക്കെയും മിസ്ലേനിയസാണ്. കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് മാർക്ക് അങ്ങ് സ്കോർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ഇത് കിട്ടും, കോൺഫിഡൻസ് കിട്ടും. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. സോ നമ്മൾ ഇംഗ്ലീഷിൻ്റെ കണ്ടു, ക്യൂയുടെ കണ്ടു, റീസണിങ് കണ്ടു. ഇനി നമുക്ക് ജിയുടെ പിന്നെ ഞാൻ അതിനകത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് നമ്മളതിനകത്ത്. അത് നിങ്ങൾ പഠിക്കുന്ന പോലെ ഇരിക്കും. അതിനകത്ത് ഇൻ്റർനാഷണൽ, നാഷണൽ എല്ലാം അത് നമ്മൾ പഠിക്കുന്ന പോലെ ആയിരിക്കും അതിനകത്തെ കാര്യം. അപ്പോൾ ജിയുടെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. SBI 1 വർഷം മുമ്പ് വരെയുള്ളത് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പഠിച്ചതുണ്ടെങ്കിൽ നല്ലത്. ലാസ്റ്റ് 4 മന്ത്സ് ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. കാരണം 2024 വന്ന പരീക്ഷകളുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ GA ഇപ്പോൾ ബാങ്കിങ് ലെവലിലേക്കല്ല പോകുന്നത്, ഇതൊരു സിവിൽ സർവീസ് ലെവലിലേക്കാണ് പോകുന്നത്. അന്തപ്രമാദമായിരിക്കും. നമുക്ക് ചിലപ്പോൾ അത് എത്തിപ്പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സിവിൽ സർവീസിനല്ല പഠിക്കുന്നത്. എൻ്റെ കുട്ടികൾ പലപ്പോഴും വന്നു, അവർ പല രീതിയിൽ നിന്ന് പഠിക്കുന്നു, പക്ഷെ ആ രീതിയിലല്ല ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയൊക്കെ മാറി. സോ RRB അങ്ങനെ ആയിരുന്നു, IPS അങ്ങനെ ആയിരുന്നു. നാളെ SBI അങ്ങനെ ആയാൽ നമുക്കൊന്നും പറയാനില്ല. എന്നിരുന്നാലും ഞാൻ കുട്ടികളോട് പറയും, ലാസ്റ്റ് 4 മന്ത്സ് അത്രയും പഠിക്കും. അതിനകത്തൊന്ന് 10 മാർക്ക് 15 മാർക്ക് കിട്ടി, അത്രയെങ്കിലും നിനക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ടഫ് ആണെങ്കിൽ നല്ല ടഫായിരിക്കും GK. സോ നമ്മൾ പഠിക്കുന്നതിനകത്തുനിന്ന് ആക്യുറേറ്റായിട്ട് ചെയ്യുക. ചിലർക്കൊരിതുണ്ട്, GK മൊത്തം കുത്തി വെക്കുക. കാരണം നിങ്ങൾ നോക്കിയേ, GKയുടെ ടൈം എത്ര? 35 മിനിറ്റ്. ആർക്കാടോ ഈ 35 മിനിറ്റ്? 35 മിനിറ്റ് 50 ക്വസ്റ്റ്യൻ ചെയ്യാൻ GA എന്തോ ചെയ്യണോ? ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട, ജസ്റ്റ് വായിക്കുക, അറിയാവുന്നതാണ് എഴുതുക. അപ്പോൾ എന്ത് ചെയ്യണം? അവരുടെ ഉദ്ദേശം എന്താ? ഈ 35 മിനിറ്റിൽ നിങ്ങൾ 10 മിനിറ്റ് കൊണ്ടേ കാര്യം കഴിയും. പിന്നെ നിങ്ങൾ ഈ ബാക്കി 25 മിനിറ്റ് എന്ത് ചെയ്യും? ആ 25 മിനിറ്റിൽ നിങ്ങളത് വീണ്ടും കുത്തും. അങ്ങനെ കുത്തി അവസാനം മൊത്തം നിങ്ങൾ കുത്തും. അങ്ങനെ നെഗറ്റീവിലേക്ക് വരും. അങ്ങനെ ആയിരിക്കും പലർക്കും അവരുടെ കപ്പിനും ചുണ്ടിനും ഇടയിൽ അവരുടെ അപ്പോയിൻമെൻറ്റ് പോകുന്നത്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ GKക്ക് ഇങ്ങനെ വേണം ചെയ്യാൻ, അറിയാവുന്നത് മാക്സിമം ആക്യുറസി, അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. സോ ഈ 4 സബ്ജക്റ്റിൻ്റെ സ്ട്രാറ്റജി ഇതാണ്.
അപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മുടെ സ്ട്രാറ്റജീസ് കണ്ടു. ഇനി മൊത്തത്തിലുള്ള സ്ട്രാറ്റജീസ് എന്താ? നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ 10ാം തീയതി പരീക്ഷയ്ക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം? ഞാൻ എന്താണ് സ്ട്രാറ്റജി എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, യു ഷുഡ് ബി സ്ട്രോങ്. നിങ്ങൾ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പല കുട്ടികളും എന്താണെന്ന് ചോദിച്ചാൽ പരീക്ഷ കളഞ്ഞു കുളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ മാനസികമായി തളർന്നു പോകും. അവർ ഇത്രയും നാളത്തെ അധ്വാനവും കാര്യങ്ങളും ഒന്നും അവർ അന്നേരം ഓർക്കത്തില്ല. ഒരു സെഷൻ പാടായിട്ട് വരുമ്പോൾ അവർ തകർന്നു പോകും. അതെപ്പോഴും അവരുടെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. പതുക്കെ അവർ പരീക്ഷയോടുള്ള പേടി വരും. എന്നാൽ നമ്മൾ ഓർക്കും, ഇത്രയും നാൾ നമ്മൾ അധ്വാനിച്ചതാണ്. നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് SBI എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല ബാങ്ക്, ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ബാങ്ക്. ഇതിൻ്റെയൊക്കെ ഒരു ജോലിക്കാരനാകുക എന്ന് വെച്ചാൽ, എംപ്ലോയി ആകുക എന്ന് വെച്ചാൽ നമുക്ക് അഭിമാനമാണ്. നിങ്ങളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അഭിമാനമാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ നിങ്ങളുടെ വില എന്തുമാത്രം ഉയരുമെന്ന് ഓർക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. അതിനല്ലാതെ ചുമ്മാ പോയി പരീക്ഷ എഴുതരുത്. മാനസികമായി തകർന്നു പോകുക. എന്തിനു മാനസികമായിട്ട് തകരണം? നിങ്ങൾ നല്ലപോലെ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തകരേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായിരിക്കണം നിങ്ങളുടെ ഇതെന്ന് വെച്ചാൽ യു ഷുഡ് ബി മെൻ്റലി സ്ട്രോങ്. അതാണ് ഞാൻ പറയുന്ന സ്ട്രാറ്റജി അതിനകത്ത്. ഇനി നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് 4 എണ്ണം ഉണ്ട്. QA, RA, ഇംഗ്ലീഷ്, GA. നിങ്ങളെപ്പോഴും ഓർക്കുക, 2 ടോപ്പിക്ക് ഡിഫിക്കൽട്ടായിരിക്കും. മോസ്റ്റ്ലി കണ്ടുവരുന്ന കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നാളെ സാറങ്ങനെ പറഞ്ഞെന്ന് പറയരുത്. 2 ടോപ്പിക്ക് ഒരിക്കലും ഈസി വരില്ല, മോഡറേറ്റ് ആയിരിക്കും. കാരണം മെയിൻസ് ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. സോ എന്തുവാകാം നമ്മുടെ സ്ട്രാറ്റജി? എന്താ? ഡിഫിക്കൽട്ട് വരുമ്പോൾ പതുങ്ങുക, എന്നിട്ട് മാക്സിമം വിത്ത് ആക്യുറസി അറ്റൻഡ് ചെയ്യുക. ഡിഫിക്കൽട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ സെലക്ഷൻ വിത്ത് ആക്യുറസി. ഒത്തിരി ചെയ്യണ്ട, ഒത്തിരി ചെയ്യരുത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കറക്കി കുത്തരുത്. ഇപ്പം മാത്സ് ഡിഫിക്കൽട്ടാന്ന് വെക്കുക, മാത്സിന് ഇത്രേ പോകുമോ എൻ്റെ കട്ട് ഓഫ്, ഇത്രയും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല, നിങ്ങൾ അതുപോലെ പഠിക്കണമായിരുന്നു. അപ്പോൾ നല്ലപോലെ പഠിച്ച ആളുകൾ അത് സ്കോർ ചെയ്യും. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഈ സെഷൻ കാണുമ്പോഴേ കുട്ടികളുടെ ബോധം പോകും. അപ്പോഴെന്താ വെച്ചാൽ ഈ പഠിച്ചതെല്ലാം മറന്നു പോകും. മാനസികമായി അവർ തകർന്നു. കാരണം അവർ ഓർത്തില്ല. അവർ ഓർക്കുന്നത് എന്താ അറിയോ? എല്ലാം എളുപ്പമായിരിക്കും, എനിക്കറിയാവുന്ന എല്ലാം വരും. നിങ്ങൾക്കറിയാവുന്ന എല്ലാം വരാനാണെങ്കിൽ പിന്നെ ഒരു എക്സാം ഇങ്ങനെ നടത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ പിടിച്ചാൽ കസേരയിൽ എത്തിയാൽ പോരെ. അതല്ലല്ലോ ചെയ്യുന്നത്. സോ ഓട്ടം ഓടുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഓടുന്നത്. അതിലാരാണോ മുൻപിൽ വരുന്നത് അവൻ ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവന് കുറച്ച് ക്വാളിറ്റീസ് വേണം. അതിൻ്റെ ആദ്യത്തെ ക്വാളിറ്റീസ്, അവൻ മാനസികമായി ധൈര്യമുള്ളവനായിരിക്കണം. അപ്പോൾ ഡിഫിക്കൽട്ട് വന്നാൽ നിങ്ങൾ ഓർക്കുക, 2 എണ്ണം ഡിഫിക്കൽട്ടായിരിക്കാം. കഴിഞ്ഞ വർഷം ഡിഫിക്കൽട്ട് വന്നത് മാത്സും GA ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാത്സ് നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മാക്സിമം അറ്റംപ്റ്റ്, ലോവർ ആയിക്കോട്ടെ കുഴപ്പമില്ല, വിത്ത് ആക്യുറസി. അതായിരിക്കണം നിങ്ങളുടെ ഡിഫിക്കൽട്ടിലുള്ളത്. മോഡറേറ്റ് വരുമ്പോൾ, കഴിഞ്ഞ വർഷത്തെ മോഡറേറ്റ് റീസണിങ് മോഡറേറ്റ് ആയിരുന്നു, അതുപോലെ ഇംഗ്ലീഷും മോഡറേറ്റ് ആയിരുന്നു. അപ്പോൾ മാക്സിമം അറ്റംപ്റ്റ് ഇവിടെ കൂട്ടുക, ഇവിടെ അങ്ങോട്ട് അടിച്ച് കയറ്റുക. കാരണം എന്താ അറിയോ? നിങ്ങളുടെ കട്ട് ഓഫ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 82 വന്നെങ്കിൽ അതിൽ ഏകദേശം 25-ന് മേളിൽ റീസണിങ് ഉണ്ടെന്നേ. ഇംഗ്ലീഷിൻ്റെ സ്ഥാനമുണ്ട് 20-ൻ്റെ മേളിൽ. 25 അത് 50ആയി. പിന്നെ 32 മാർക്കേ ഉള്ളൂ. മനസ്സിലായോ? ആ 32 മാർക്കിൽ ചിലപ്പം മാത്സ് 14 16 ഒക്കെ ആയിരിക്കാം നിങ്ങളുടേത്. GK അതുപോലെ 12. ഇവിടെ കൂടാം കേട്ടോ. ഞാൻ 25 പറഞ്ഞത് ഇത് എന്തായാലും 25+ എന്ന് പറയുമ്പോൾ 30-ന് അടുത്ത് വരും നല്ല മാർക്കുള്ളവരുടെ. ഇതും ഇംഗ്ലീഷ് നല്ല ഉള്ളവർ നല്ലപോലെ സ്കോർ ചെയ്യും. 35 ആയിരിക്കും അവരുടെ സ്കോർ. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കി 82-ന് അടുത്തേക്ക് വരാൻ എത്ര ഇതായിരിക്കും. നിങ്ങൾ ഈ പ്രാവശ്യവും 75 to 80 എന്തായാലും പ്രതീക്ഷ പോയാൽ മതി. കേരളം ഉള്ളവർ, ഗുജറാത്ത് ഉള്ളവരും 70 to 75 ആയിരിക്കാം എക്സാം ലെവൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആണെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫിക്കൽട്ടാണ് അതിനെക്കാട്ടി, പക്ഷേ 4 കൂടെ ഡിഫിക്കൽട്ടായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഇതാണ്. നിങ്ങൾ മാനസികമായി തളരരുത്. എപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന സെഷൻ മോസ്റ്റ്ലി ഡിഫിക്കൽട്ടായിരിക്കും. ഫസ്റ്റ് സെഷൻ വരുമ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും. മാത്സ് ആയിരിക്കും ആദ്യം വരുന്നത്, ഇല്ല GK ആയിരിക്കും ആദ്യം വരുന്നത്. അത് നല്ല ഡിഫിക്കൽട്ടായിരിക്കും. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, എന്തിനാണ് അവർ ആദ്യം അത് തരുന്നതെന്ന് ചോദിച്ചാൽ, പല കുട്ടികളും അതോടുകൂടി തന്നെ പാട്ടുപെട്ടി മടക്കും. അയ്യോ ഏതായാലും പോയി, എന്നാൽ ഇനി മൊത്തത്തിൽ കുളമാക്കി വെച്ചേക്കാം. എന്നാൽ അങ്ങനെയല്ല. അവിടെ നോക്കുക, എനിക്ക് 10 എണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ. ഗുഡ്, മതി, അത് മതി. ആ 10 എണ്ണം നല്ല മാനസിക ധൈര്യമായിട്ട് ചെയ്യുക. ദെൻ അടുത്ത സെഷൻ ചിലപ്പോൾ റീസണിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. അതിനെ മാക്സിമം കയറ്റുക. അടുത്ത സെഷൻ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ അവിടെയും ഈ മോഡറേറ്റ് ആയിരിക്കും, അതിനെയും കയറ്റുക. അപ്പോൾ തന്നെ നിങ്ങളൊരു കട്ട് ഓഫ് നല്ല ഇതിലേക്ക് കൊണ്ടുവരും. അടുത്ത മാത്സ് ആയിരിക്കും,
മേ ബി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും, 15 മാർക്കേ ചെയ്യാൻ പറ്റിക്കാണുള്ളൂ, മതി. നിങ്ങൾ വിന്നിങ് സൈഡിലായിക്കഴിഞ്ഞു. ഇത് ഞാൻ കഴിഞ്ഞ ഇത് വെച്ചിട്ട് പറഞ്ഞാൽ ഈ വർഷം ചിലപ്പോൾ റീസണിങ് ആയിരിക്കും ടഫ്. അപ്പോൾ റീസണിങ് പതുങ്ങുക, മാത്സ് കൂട്ടുക, ഏതാണോ ഇത് അറിയില്ല അതിനകത്ത്. സോ ജി കെ എന്തായാലും എളുപ്പമാണ് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള ആളാണ്. ഇംഗ്ലീഷുള്ള ആൾ നിങ്ങളുടെ കൂടെ നിൽക്കും. മറ്റേത് റീസണിങ്ങും മാത്സും അങ്ങോട്ടും ഇങ്ങോട്ടും തരം മാറാം. അവരൊരിക്കലും ഡിഫിക്കൽട്ട് ആകത്തില്ല, അവരൊരിക്കലും ഒന്നിച്ച് ഈസി ആകത്തില്ല, മോഡറേറ്റും ആകത്തില്ല. അതെപ്പോഴും ഓർത്തോളൂ. അപ്പോൾ ഒരാളെ നിങ്ങൾ സൂക്ഷിക്കുക, അതാരാന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം റീസണിങ് മോഡറേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഈ പ്രാവശ്യം മാത്സ് ആയിരിക്കും മോഡറേറ്റ്, അപ്പോൾ റീസണിങ് ടഫായിരിക്കും. അപ്പോൾ റീസണിങ് 15 പോവുക. 25 എന്നുള്ളത് ഒരിക്കലും പറയരുത്. കാരണം 25 പോകാൻ പറ്റത്തില്ല, വേണ്ട. കാരണം ബസ്സിലൊക്കെ അത്രയും ടഫായിരിക്കും, ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല എന്ന് വെച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2 ബസ്സിലേ ഉള്ളായിരുന്നു, ഈ പ്രാവശ്യം 4 ആക്കിയാൽ എന്ത് ചെയ്യും? അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ എന്താണോ വരുന്നത് യു ഹാവ് ടു ഡു വിത്ത് ദ സിറ്റുവേഷൻ. നമ്മൾ എന്താണോ സിറ്റുവേഷൻ അനുസരിച്ച് അതിനനുസരിച്ച് പെരുമാറുക. അല്ലാതെ ഇന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് ഒരിക്കലും പോയി പറ്റില്ല. ഒരിക്കലും ഒരു ടിപ്സ് പറഞ്ഞു തരാൻ പറയുന്നത് എപ്പോഴും ഞാൻ പറയും, നിങ്ങൾക്ക് എന്താണോ അന്നേരം കിട്ടുന്നത് അതനുസരിച്ച് പെരുമാറുക. അന്നേരം കിട്ടുന്നത് ഡിഫിക്കൽട്ടാണെങ്കിൽ പതുങ്ങുക, അടുത്തത് വരും. എപ്പോഴും സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കില്ല, നാളെ ഉദയം ചെയ്യും. അപ്പോൾ ഡിഫിക്കൽട്ട് ലെവൽ അവിടെ നിൽക്കുക, പതുങ്ങിയിരിക്കുക. മാക്സിമം അറ്റംപ്റ്റ് മീൻസ് സെലക്ട് ചെയ്തിട്ട് മാത്രം അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഒത്തിരി വലിച്ചു വാരി ചെയ്യാനല്ല. 10 ഉള്ളൂ, 10 മതി, പക്ഷേ വിത്ത് ആക്യുറസി ആയിരിക്കും. അതുപോലെ മോഡറേറ്റ് വരുമ്പോൾ ഇത് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ മറ്റന്നാളത്തെ 10-ാം തീയതി SBI ക്ലർക്ക് ഒരു ചരിത്രമാകും. അപ്പോൾ നമ്മൾ അന്നത്തെ സ്ട്രാറ്റജീസും കണ്ടു. ഓർക്കുക, ഇതെല്ലാം വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, എക്സ്പീരിയൻസ്. 10 വർഷത്തെ എക്സ്പീരിയൻസും എൻ്റെ കുട്ടികളുടെ വിജയങ്ങളും പരാജയങ്ങളും അവരുടെ അതിൻ്റെ കാരണങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടവർ തോറ്റു, എന്തുകൊണ്ടവർ വിജയിച്ചു, ഇതൊക്കെയും ഞങ്ങൾ ചോദിക്കാറുണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. എപ്പോഴും ഞങ്ങൾ കുട്ടികൾ, ഞങ്ങളുടെ കോമ്പസിലെ കുട്ടികൾ, കോമ്പസിയൻസ്, അവർക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. എന്നാൽ ബാക്കി വെളിയിൽ ഒത്തിരി പേര് ഡയറക്ഷൻ ഇല്ലാതുണ്ട്. അവർക്കും ഈ വീഡിയോ പ്രയോജനമാകട്ടെ. ഒരു കാര്യം ഓർക്കുക, 10-ാം തീയതി എന്നുള്ളത് ആ ദിവസം പലരുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്കുള്ളത് അവിടെ വരും. അതിന് നിങ്ങൾ മനസ്സ് വെക്കണം. നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. സ്ട്രാറ്റജീസ്, നല്ല തന്ത്രങ്ങളിൽ കൂടെ നമുക്ക് വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിലേക്ക് നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്കറിയാം കുറച്ച് ലേറ്റായി പോന്നാൽ, എന്നാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേ, അതാണ് നമ്മുടെ പോളിസി. അപ്പോൾ ഇനിയൊരു ദിവസമുണ്ട്, നിങ്ങൾക്കിത് കണ്ട് നല്ലപോലെ ആ സ്ട്രാറ്റജി പ്ലാൻ ചെയ്താൽ 10-ാം തീയതി നിങ്ങളുടേതാകും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.